ഇടുക്കി മലങ്കര ജലാശയത്തിൽ രാസമാലിന്യം. ഡാമിന്റെ മുകൾ വശത്ത് പ്രവർത്തിക്കുന്ന ഫാക്ടറികളിൽ നിന്നാണ് രാസമാലിന്യം ഒഴുകി വരുന്നതെന്ന് നാട്ടുകാർ. കുടിവെള്ളത്തിനായി ശുദ്ധജല പദ്ധതിക്കായി ഉപയോഗിക്കുന്ന ജലാശയമാണ് മലിനമായത്. മലങ്കര ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന ജലാശയത്തിൽ രാസമാലിന്യം കലർന്നതായി കണ്ടത്. വലിയ തോതിൽ രാസമാലിന്യം കലർന്ന വെള്ളം ഒഴുകിയെത്തിയതോടെ നാട്ടുകാർ ആശങ്കയിലായി. സമീപത്തു നിന്നുമുള്ള ഫാക്ടറികളിൽ നിന്നും ഒഴുകിയെത്തുന്ന മാലിന്യമാണ് ഇതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇത് അഞ്ച് പഞ്ചായത്തിലേക്ക് ഇത് കുടിവെള്ള പദ്ധതി വേണം. പിന്നെ പോരാത്തന്നെ കില്ലിയോക്കയുടെ വെള്ളമൊക്കെ നമ്മൾ ഇവിടുന്ന് ശുദ്ധീകരിച്ചെടുക്കുന്ന വെള്ളമാണ് അവർ. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒത്തിരി മത്സ്യത്തൊഴിലാളികളുണ്ട്, ഇതിനകത്ത് ഒത്തിരി മീൻ പിടിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇത് 1-2 പ്രാവശ്യം 3-4 പ്രാവശ്യം ഇവിടെ ഇതിങ്ങനെ കെമിക്കലായിട്ട് വന്നു. അന്നൊക്കെ ഒത്തിരി മീൻ ചത്തു പൊങ്ങി. അപ്പോൾ ഇത് നമ്മുടെ ഒരു 3 ഫാക്ടറി ഉണ്ട്. നമുക്ക് ലാറ്റിസ് കമ്പനി, പ്ലൈവുഡ് കമ്പനി, ഇത് വെള്ളിയാമറ്റം ഇളന്തേശത്തെ 2 ഫാക്ടറികളാണ് ഈ സാധനം വരുന്നത്. ഇടയ്ക്ക് പാല് പോലെ വെള്ളം വരുമായിരുന്നു ഇങ്ങനെ ഒഴുകി മണ്ടേന്ന്. അങ്ങനെയൊക്കെ പരാതിപ്പെട്ടതാണ്. പുള്ളി പരാതിപ്പെട്ടത് ശരിക്കും. എന്നിട്ട് ആരും ഒന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല. 3 ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കൂടാതെ ഒരു 15 ഏക്കറോളം പുതിയൊരു ഫാക്ടറിക്ക് ഈ ജലാശയത്തിനോട് ചേർന്ന് തന്നെ അനുമതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട്. ഇത് നേരത്തെയും ഈ കംപ്ലൈൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് വലിയ കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് പോലീസുകാരാണല്ലോ ഇവിടെ ഒരു ചേച്ചിയുടെ ദേഹത്തൊക്കെ ഇത് ചൊറിഞ്ഞു തടിച്ച് ഒത്തിരി വിഷയങ്ങളുണ്ടായതിൻ്റെ പേരിൽ അതൊക്കെ എഴുതിയെടുത്ത് പോയേക്കുന്നതെന്ന് പറഞ്ഞു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധിച്ചു. കമ്പനികൾ മുൻപും മാലിന്യമൊഴുക്കുന്നതായി പരാതി നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കൈരളി ന്യൂസ്, ഇടുക്കി.